ഇതൊന്നും ഇടല്ലേ മോളെ. എന്താ പറയാനുള്ള നമ്മളിങ്ങനെ എവിടെ കഴിഞ്ഞു ഒന്നും എനിക്കൊരു ഓർമ്മയില്ല. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഒരു ഓൾ ന്യൂ ട്രാവൽ വി ക്യാൻ സേ ഡ്രൈവ് വ്ളോഗ്, നമ്മുടെ ഡ്രൈവിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്നൊരു രാവിലെ ഒരു 7-7:30 ആയപ്പോൾ ഇറങ്ങി. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 270 കിലോമീറ്ററോളം ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. നമ്മളതിങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓൾമോസ്റ്റ് ഒരു 100 കൂടി ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി എത്ര കിലോമീറ്റർ? ഇനി 101 കിലോമീറ്റർ ഡ്രൈവോളം ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ഇടയ്ക്ക് എന്തായാലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും, ജസ്റ്റ് ഫോർ ഇടയ്ക്ക് ഒന്നല്ല, ഇടയ്ക്ക് ഒന്നിലധികം സ്റ്റോപ്പ്, ജസ്റ്റ് ടു ടേക്ക് വൺ ബ്രേക്ക്. ഇറ്റ്സ് ഫോർ ദ കാർ ആസ് വെൽ ആസ് us. ആക്ച്വലി നമ്മൾ എടപ്പാളിലേക്കാണ് പോകുന്നത്. പക്ഷേ പോകുന്ന വഴി നമ്മൾ തൃശ്ശൂർ ക്രോസ് ചെയ്ത് പട്ടിക്കാട് നമ്മുടെ ഒരു ചേച്ചിയുടെ വീടുണ്ട്. അവിടെ പോയിട്ട് അവിടെ അനുവിൻ്റെ ചിറ്റയുടെ മകൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എടപ്പാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കൊട്ടാരക്കര നല്ലൊരു ലോങ് ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ രാവിലെ 2 പേരും വണ്ടി കയറി റെഡിയൊക്കെ എല്ലാം പാക്കൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് വഴിയിലിപ്പോൾ വരുന്ന വഴി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഗതി ഉണ്ടായത്, ഇവിടെ അറിയാമല്ലോ നമ്മളിപ്പം എടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയോര ഹൈവേ ആണ്. അതായത് പാലാ വഴിയുള്ള മണിമല ആ ഒരു റൂട്ടാണ് എടുത്ത് മൂവാറ്റുപുഴ ചെന്നിട്ട് പിന്നെ MC റോഡ് പിടിച്ച് നേരെ പോകും. അപ്പോൾ ഈ റോഡിലിപ്പോൾ അറിയാമല്ലോ കൂടുതലിങ്ങനെ മരങ്ങളാൽ ചുറ്റപ്പെട്ട വളരെ മനോഹരമായ കാഴ്ചകൾ കിട്ടുന്ന റോഡാണ്. അപ്പോൾ ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉപ്പൻ അല്ലെ ചെമ്പോത്ത് എന്നൊക്കെ വിളിക്കുന്ന ഒരു കിളിയിലെ ഒരു പക്ഷി ഉണ്ടല്ലോ, അത്യാവശ്യം ഒരു കോപ്പർ ചെമ്പോത്തോ? ചെമ്പോത്ത്. ഇവിടെ ഞങ്ങൾ എന്നാ പറയുന്നതിന്? ഉപ്പൻ എന്നാണോ പറയുന്നത്? ഉപ്പനെ അറിയാം. ഉപ്പനും ചെമ്പോത്ത് എന്ന് പറയുന്നത് കണ്ണ് ഭയങ്കര ചുവന്നിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും കണ്ണ് ചുവന്നത് ഉപ്പൻ്റെ കണ്ണാന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ചെമ്പോത്ത് അങ്ങനെ പറയാറില്ല. ചെമ്പോത്ത്. ഞാൻ പിന്നെ ചെമ്പോത്ത് എന്നുള്ള വാക്ക് ഞാൻ കേട്ടിരിക്കുന്ന നമ്മുടെ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടിനകത്തൊരു പാട്ടുണ്ട്, അമ്പോത്തി ചെമ്പോത്ത്. അത് ഇനി അങ്ങനെ തന്നെയാണോന്ന് അറിയില്ല കേട്ടോ. ഞാനങ്ങനെ ചെമ്പോത്ത് എന്നൊക്കെയാണ് ഞാനത് കേട്ടിരിക്കുന്നത്. ഞാൻ ലിറിക്സിൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എനിക്ക് അത് മാറ്റി പാടുന്നതല്ല അല്ലേ? അത് മനഃപൂർവ്വം മാറ്റി പാടാറുണ്ട്. സോ അതിങ്ങനെയല്ലേ നമ്മുടെ തൊട്ട് മുമ്പ് കൂടി അതിങ്ങനെ പറന്നു വരുന്നു, ഞാൻ റോഡിലേക്ക് പോകുന്നു. അതിങ്ങനെ റോഡിനെ ക്രോസ് ചെയ്തിട്ടാണ് പറന്നു പോകുന്നത്. ഇത് എൻ്റെ മുമ്പിൽ കൂടി എനിക്കൊരു മറ്റേ നമ്മൾ ഏഷ്യാൻ്റെ ഒക്കെ പരസ്യം HD ദൃശ്യ മികവോടെ എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ തൊട്ട് മുന്നിൽ കൂടി ഇങ്ങനെ കടന്നുപോയി. ഒരു നിമിഷം ആ പക്ഷിയിലേക്കായി ഇപ്പോൾ എൻ്റെ ഫുൾ ഫോക്കസ്. നല്ല രസമാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. So we have something new to show you guys. So ഞങ്ങൾ ഒരു മൈക്ക് വാങ്ങി. സോ ഒരെണ്ണം എന്ന് പറയുമ്പോൾ 1 പെയർ. സോ 2 ഉണ്ടാവും നമുക്ക്, ഒരു റിസീവറും. സോ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ഞങ്ങൾ ചെയ്ത കാറിലെ ഞങ്ങളുടെ ഫസ്റ്റ് കാർ വ്ളോഗ്, അപ്പോൾ അതൊരു രസമായിട്ട് പോയില്ലല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് ഡിസ്റ്റോർഷനും ഒരുപാട് നോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ ഒരു മൈക്ക് വാങ്ങാം. ഒരു മൈക്ക് വാങ്ങിയിട്ട് വിൽ ട്രൈ ഇറ്റ് ഔട്ട്. സോ അങ്ങനെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഒരു ബിഗിനർ സോർട്ട് ഓഫ് മൈക്കാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ യൂസ് നോക്കിയപ്പോൾ, ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയപ്പോൾ വളരെ സാറ്റിസ്ഫൈങ് ആണ് ഫോർ ദ മണി വി സ്പെൻഡ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു, ഇതൊരു ചെയ്തിട്ടില്ല, ചെയ്യണം. നടക്കൂല, ഇറ്റ്സ് പെൻഡിങ് ഫ്രം സോ ലോങ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു, അപ്പോൾ ഇതിങ്ങനെ എടുത്തതാണ്. പക്ഷെ നന്നായിട്ട് തോന്നി എനിക്കിത്, അതിൻ്റെ ഒരു റെക്കോർഡിങ് ആൻഡ് എഫിഷ്യൻസി ആൻഡ് എവറിത്തിങ്. സോ യു ഗൈസ് ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ് ഔട്ട്. ഇറ്റ്സ് വാട്ട് ഗ്രനേഡ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് നല്ലൊരു വ്ളോഗിങ് കാര്യങ്ങൾക്ക് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല എഫിഷ്യൻസി ഉണ്ട് അങ്ങനത്തെ സംഗതിക്ക്. പിന്നെ ഞങ്ങളിങ്ങനെ ഡ്രൈവിൽ പോകുമ്പോൾ നോക്കുമായിരുന്നു, ഇങ്ങനെ വണ്ടി ഒന്ന് ജസ്റ്റ് ഷേക്ക് ആകുമ്പോഴോ ഒന്ന് ഗട്ടറിൽ വീഴുകയോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ ഫസ്റ്റ് ട്രൈങ് ഇറ്റ് ഔട്ട് നൗ. സോ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് ഇതിന് മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് യു ക്യാൻ കീപ് ദിസ് മൈക്ക് ഇൻസൈഡ് യുവർ ഷർട്ട് ഓർ സംതിങ്, ദെൻ കീപ് ഇറ്റ്, യു ക്യാൻ എയ്തർ ക്ലിപ്പ് ഇറ്റ് ഓർ യു ക്യാൻ ലോക്ക് ഇറ്റ് വിത്ത് ദിസ് മാഗ്നറ്റ്. സോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നി ഇത് വളരെ അത് 2 കിട്ടും. സോ നിങ്ങൾക്ക് ഒരു ചാർജിങ് കേസ് കിട്ടും. നമ്മൾ ട്രൂ വയർലെസ് ഇയർഫോൺസൊക്കെ വാങ്ങുന്ന പോലെ ഒരു കേസ് ഉണ്ടാവും. ആ കേസിൽ ഇതിൻ്റെ റിസീവറും ഇതെല്ലാം പ്ലഗ് ചെയ്യാം. അതിൽ ഈ 2 മൈക്രോഫോൺ ഇത് രണ്ടും ചാർജ് ചെയ്യാൻ പറ്റും. ആ കേസ് ഉൾപ്പെടെ ചാർജ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അത് ഓരോന്നെടുത്ത് സെപ്പറേറ്റായിട്ട് ചാർജ് ചെയ്യാനാണെങ്കിൽ അതും പറ്റും.
പിന്നെ ഒരു ചാർജിങ് കേബിൾ. എൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നല്ലതാണ്. എനിക്കിത് വളരെ ഈ ഒരു എമൗണ്ടിൽ ഇത് ഭയങ്കര വേർത്തായിട്ട് തോന്നി. സോ ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ പാലക്കാട് റൂട്ടിലേക്ക് നമ്മൾ ബാംഗ്ലൂരേക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഈ ഒരു ഏരിയയിൽ, അതായത് റോഡ് നല്ല വീതിയുള്ള റോഡാണ്. പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വ്യൂ കാണാം. ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് റോഡ്, കുറേ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ എതിർ ദിശയിൽ വലിയ മലനിരകൾ. അത് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് അതിൻ്റെ ഒരു വ്യൂ കാണാം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ പോകുമ്പോൾ. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ്. നമ്മൾ എസ്പെഷ്യലി ഏർലി മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എപ്പോഴും ബാംഗ്ലൂർ പോകുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഈ റൂട്ടായിരുന്നു ആദ്യമൊക്കെ പോകാറ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോയെങ്കിലും ഞാൻ ക്ലിക്ക് ചെയ്യാണ്ട് വിടില്ല. അതുപോലെയുള്ളൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വ്യൂ ആണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് റിവീലിംഗ് ആയിട്ടുള്ള വ്യൂ. എനിക്കൊന്ന് കുറച്ചുകൂടി പോകണമെന്ന് തോന്നുന്നു.